ഹായ് ഫ്രണ്ട്സ്, അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പം നമ്മൾ തമ്പനിയിൽ കണ്ടതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ എങ്ങനെ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് യൂട്യൂബിന് ആയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഉപയോഗപ്രദമാകുകയാണെന്നെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്നവർക്കും ചാനൽ തുടങ്ങി മോണിറ്റൈസ്ഡ് ആകാത്തവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് എൻ്റെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ചാനൽ തുടങ്ങിയാലുണ്ടല്ലോ ഭൂരിപക്ഷം ആൾക്കാർ ഷോർട്സ് ആയിരിക്കും കൂടുതലും ഇട്ടിട്ട് പോകുന്നത്. ഈ ഷോർട്സ് ഇട്ടാലൊന്നും വാച്ചർ കംപ്ലീറ്റ് ആകാത്തതൊന്നുമില്ല. അത് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിനകത്ത് ഞാൻ പറയുന്നതാണ്. ഞാൻ ലൈവ് ഇടുമ്പോഴും ഞാൻ എപ്പോഴും ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമാണ്, ഷോർട്സ് ഇടുവാണെങ്കിൽ നമ്മൾ വാച്ചർ കംപ്ലീറ്റ് ആകത്തില്ല. നമ്മൾ ചില ആൾക്കാർ വീഡിയോസ് ഇടും, പക്ഷേ അത് വീഡിയോസ് ഇടുന്നതെന്ന് വെച്ചാൽ 1 മിനിറ്റോ 3 മിനിറ്റിനുള്ളിലൊക്കെയുള്ള വീഡിയോസ് ആയിരിക്കും ഇടുന്നത്. മാക്സിമം എല്ലാ ആൾക്കാരും അങ്ങനെ 1 മിനിറ്റും 3 മിനിറ്റുമുള്ള വീഡിയോസ് ഇടുന്നതിന് പകരം മാക്സിമം ഒരു 5 മിനിറ്റുള്ള ഒരു വീഡിയോസ് ഇടണം. നല്ല തമ്പനിയിൽ നല്ല കണ്ടൻറ്റായിട്ട് കൊണ്ടുവരണം. നല്ല തമ്പനിയിൽ കൊടുത്ത് നല്ല കണ്ടൻറ്റൊക്കെ കൊണ്ടുവന്ന് ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോസ്, ഒരു മാക്സിമം ഒരു 7 മിനിറ്റുള്ള ഒരു വീഡിയോസ് നിങ്ങൾ ഇടുവാണെങ്കിൽ പോലും ആൾക്കാർ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ വീഡിയോസ് ഒന്ന് കണ്ടാൽ മതി. നമുക്ക് നല്ലവണ്ണം വാച്ച് അവർ കിട്ടാൻ ഏറ്റവും പ്രയോജനം. ആദ്യമേ നമ്മൾ ഇടുമ്പോഴൊക്കെ ചിലപ്പം വ്യൂസ് ഒന്നും വലിയതായിട്ടൊന്നും കാണില്ല. പക്ഷേ എന്നാലും നമ്മൾ 2-3 വീഡിയോസൊക്കെ ഇട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു 5 മിനിറ്റെങ്കിലും കുറയാതെ വീഡിയോസ് ഇടണം. അപ്പോൾ ഇടുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും, എനിക്ക് വാച്ചർ കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ട് വാച്ചവർ എനിക്ക് കൂടുന്നുണ്ട് എന്ന് തോന്നും. അപ്പം നമ്മൾ നല്ല ആൾക്കാരിലോട്ട് പോകത്തക്ക രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസും ഒക്കെ നല്ല രീതിയിലുള്ള കണ്ടൻറ്റൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഒരു 5 മിനിറ്റ് ആൾക്കാരിത് കാണുകയാണെങ്കിൽ പോലും നമ്മൾക്ക് അത്യാവശ്യം വാച്ചവർ കൂടാനുള്ള സാധ്യതയുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അതായത് 365 ദിവസം കൊണ്ട് 4000 വാച്ചവർ നമ്മൾ ആയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസം നമ്മുടെ ഈ 365 ദിവസം കഴിയുമ്പോഴും നമ്മുടെ വാച്ചർ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ ദിവസത്തെ ഫുള്ളായിട്ട് നഷ്ടപ്പെടുമെന്ന് ഞാൻ പറയത്തില്ല, ഫുള്ളായിട്ടല്ല നഷ്ടപ്പെടുന്നത്. ഓരോ ദിവസത്തെ വാച്ചവർ നമുക്ക് കിട്ടിയതിൻ്റെത് ഓരോരോ ദിവസവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ വാച്ചറൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടിരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അങ്ങനെ ഒരു വാച്ചർ നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പം മാക്സിമം ഞാനതാണ് ഉദ്ദേശിച്ചത്. മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ചർ പെട്ടെന്ന് കംപ്ലീറ്റ് ആകും. ഓൾറെഡി ഒരു 4000 വാച്ച് അവർ നമുക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ച് നോക്കേണ്ട കാര്യമില്ല. ഓൾറെഡി 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടി തുടങ്ങി കഴിഞ്ഞു. ഈ 4000 മണിക്കൂർ എന്ന് പറയുന്നത് 2,40,000 മിനിറ്റാണ് കേട്ടോ. അപ്പം നമ്മൾ ഒരു 7 മിനിറ്റ് നമ്മളൊരു നല്ല കണ്ടൻറ്റുള്ള ഒരു വീഡിയോസ് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്, ഈ 5 മിനിറ്റിൽ ആൾക്കാർ അത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പിന്നെ ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യുമായിരിക്കും. ഒരു 5 മിനിറ്റെങ്കിലും ആൾക്കാരത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു 48,000 വ്യൂസൊക്കെ നമുക്ക് മാക്സിമം കിട്ടുകയാണെങ്കിൽ പോലും നമുക്ക് 2,40,000, അതായത് 4000 വാച്ച് അവർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് കിട്ടിയാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആകാൻ വളരെ എളുപ്പമാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ദിവസം കൊണ്ട് 4000 വാച്ച് അവറും 1000 സബും നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മാക്സിമം ഒരു 7 മിനിറ്റുള്ള നല്ലൊരു കണ്ടൻറ്റ് ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ പിന്നെ കാണുന്ന ഒരു വീഡിയോസ് നമ്മളിടുക. അതായത് മിക്കവാറും ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റിയാക്ഷൻ വീഡിയോസൊക്കെയാണ്. നിങ്ങൾക്ക് മാക്സിമം 1, 2, 3 വീഡിയോസ് നിങ്ങൾ ഇട്ട് നോക്കുക. ഏതെങ്കിലും ഒന്നിനകത്ത് നിങ്ങൾ ക്ലിക്കാകും. അങ്ങനെ തന്നെ നിങ്ങൾക്ക് 1000 സബും 4000 വാച്ചറും നിങ്ങൾക്ക് ആയി കഴിയും പെട്ടെന്ന് വീഡിയോസിനകത്തൊക്കെ. അതുപോലെ ഷോർട്സിനകത്തൊന്നും വലുതായിട്ട് നമുക്ക് പിന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ആവാൻ ഒരു സാധ്യതയില്ല എന്ന് ചോദിക്കും. ഞാനാണെങ്കിൽ പിന്നെ എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. നിങ്ങളെപ്പോലൊക്കെ തന്നെയായിരുന്നു ഞാനും കേട്ടോ. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പം വീഡിയോസ് ഇട്ടിട്ട് ഇതുപോലെ ഈ വാച്ച് അവർ എന്താണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ മോണിറ്റൈസ്ഡ് ആയിക്കഴിഞ്ഞപ്പോഴാണ് ഈ പിന്നെ നമുക്ക് വീഡിയോസ് ഇട്ടാൽ ഇത്രയധികം വാച്ച് അവർ നമുക്ക് കൂടുമെന്നൊക്കെ എനിക്ക് അറിഞ്ഞത് മോണിറ്റൈസ്ഡ് ആയിട്ടായിരുന്നു. ഞാനെന്ന് വെച്ചാൽ ലൈവ് ഇട്ടിട്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ലൈവ് ഇട്ടാൽ മതി പെട്ടെന്ന് വാച്ച് അവർ എന്തോന്ന് ചോദിച്ചപ്പം പറഞ്ഞ് ലൈവ് ഇട്ടാൽ മതി, വാച്ചർ കംപ്ലീറ്റ് ആകും. പക്ഷേ അന്നേരം ഈ വാച്ചർ കംപ്ലീറ്റ് ആകുമ്പോഴാണ് പൈസ കിട്ടുന്നതെന്നൊന്നും ശരിക്കും എനിക്കറിയത്തില്ല. പക്ഷേ സത്യമായിരുന്നു, ലൈവ് ഇട്ട് കഴിഞ്ഞപ്പം വാച്ചർ കംപ്ലീറ്റ് ആയി. പക്ഷേ ഈ ലൈവ് ഇടാൻ എടുക്കുന്ന ഈ ടൈം മതി നമുക്ക് നല്ല നല്ല കണ്ടൻറ്റ്, അതുപോലെ സംസാരിക്കാൻ ഇപ്പം എനിക്ക് തന്നെ നല്ലോണം സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ. അപ്പം നല്ലോണം സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിനനുസരിച്ച് ഇപ്പം വാർത്തകളായാലും ഒക്കെ ഓരോരോ വാർത്തകൾ വരുന്നത്, അതിനുള്ള റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് ഒരു 7 മിനിറ്റ് ഉള്ളത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല തമ്പിനിലൊക്കെ കൊടുത്ത് നല്ല കണ്ടൻറ്റൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ എങ്ങും തൊടാതെ അവർക്ക്
ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വാച്ചർ കംപ്ലീറ്റ് ആകാനും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും മോണിറ്റൈസ്ഡ് ആകാനും പറ്റും. ഒരു മാസം കൊണ്ട് ചാനൽ തുടങ്ങിയിട്ട് മോണിറ്റൈസ്ഡ് ആയിട്ട് 2-3 മാസം കൊണ്ട് പൈസ കിട്ടിയ ആൾക്കാരുമുണ്ട്, അല്ലെ? ഒറ്റ മാസം കൊണ്ട് മോണിറ്റൈസ്ഡ് ആയിട്ട് പൈസ കിട്ടിയ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, സ്കിപ്പ് ചെയ്യാതെ ആൾക്കാർ കാണുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അതുപോലുള്ള കണ്ടൻറ്റും കാര്യങ്ങളും ഇട്ട് അവർ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ 4000 വാച്ചറും ആകും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 4000 വാച്ചറും ആകും. നമുക്ക് 1000 സബ് നമുക്ക് കഴിയും കേട്ടോ. എല്ലാവരും ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസൊക്കെ സെലക്ട് ചെയ്തിടാൻ നോക്കുക മാക്സിമം. പിന്നെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക. ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ്, നല്ല രീതിയിൽ നല്ല കണ്ടൻറ്റും അതുപോലെ തന്നെ നല്ല തമ്പനിയിലൊക്കെ കൊടുത്ത് നന്നായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും പിന്നെ അതിനകത്ത് ഒന്ന് വ്യൂസ് കൂടിക്കഴിഞ്ഞാൽ, അതുപോലെ വലിച്ചൊന്ന് നീട്ടാതെ നല്ല രീതിയിൽ പെട്ടെന്ന് പ്രസൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ആൾക്കാരത് കാണുന്നതനുസരിച്ച് യൂട്യൂബ് മറ്റുള്ളവരോട്ട് റെക്കമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ വീഡിയോസ് കുറച്ചൊക്കെ വ്യൂസ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആകാനായിട്ട് ഏറ്റവും പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആകുന്ന വീഡിയോസ് ഇടുമ്പോഴായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ സമയം കളയാതെ നല്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല പോണം തമ്പനിയിലൊക്കെ കൊടുത്തിട്ട് സ്കിപ്പ് ചെയ്യാതെ, ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ കാണത്തക്ക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോകും, നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിരുന്നു പോകും. അന്നേരം അത് യൂട്യൂബ് മറ്റുള്ളവരെ റെക്കമെൻഡൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് വ്യൂസും കൂടും, നമുക്ക് മോണിറ്റൈസ്ഡ് ആകും ചെയ്യും. അതായത് 4000 വാച്ചർ കഴിയുകയും ചെയ്യും, നമുക്ക് മോണിറ്റൈസ്ഡ് ആകാത്തവരാകുകയും ചെയ്യും. അപ്പം എല്ലാവർക്കും പെട്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോസിട്ട് പിന്നെ കാണാവേ.